ഹായ് ഹലോ, എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാനിന്നൊരു വൈറ്റ് സോസ് പാസ്ത റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം വൈറ്റ് സോസ് പാസ്തയ്ക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ പാസ്ത എടുത്തു. പാസ്ത നമ്മൾ സാധാരണ പാത്രത്തിൽ വെച്ചിട്ട് കുക്ക് ചെയ്യല്ലേ ചെയ്യുന്നത്. ഞാനിപ്പോൾ കുക്കറിൽ വെച്ചിട്ട് ഒരു വിസിലടിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് പാസ്ത വേവിക്കാൻ പറ്റും. പാസ്ത എടുക്കുക. ഞാൻ ഒരു 1.5 ഗ്ലാസ് പാസ്തയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിനകത്ത് ആവശ്യത്തിന് ഉപ്പും വെള്ളവും കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ കുക്കറിനകത്ത് വെക്കുക. ഒറ്റ വിസിൽ മതി, നമ്മുടെ പാസ്ത റെഡിയാകും കേട്ടോ. നമ്മുടെ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ പിന്നെ കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ട് അതിനെ ഒട്ടിപ്പിടിക്കാതെ മാറ്റി വെക്കണം കേട്ടോ. അതിനുശേഷം ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതെടുത്തിട്ടുണ്ട്, സവാള ചെറുതായിട്ട് അരിഞ്ഞതെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ബട്ടർ എടുത്തിട്ടുണ്ട്. ബട്ടർ എന്ന് വെച്ചാൽ ഞാൻ തന്നെ ആക്കിയ ബട്ടറാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ പിന്നെ എന്താ പറയുക, നമ്മുടെ പാൽപ്പാട എടുത്തിട്ട് അതിനകത്തു നിന്ന് തന്നെ ഉണ്ടാക്കിയ ബട്ടറാണ് കേട്ടോ. അപ്പോൾ ആദ്യമേ നമുക്ക് ബട്ടർ നമ്മുടെ പാത്രത്തിനകത്തോട്ട് ഇടുക. അതിനുശേഷം നമ്മൾ അതിനകത്തോട്ട് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. വെളുത്തുള്ളിയുടെ ആ ഒരു പച്ചക്കുത്ത് മാറുന്ന സമയത്ത് വേണം നമുക്ക് സവാള ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം നമ്മൾ തന്നെ എടുക്കുന്ന ബട്ടർ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഹെൽത്തിയാണ് കേട്ടോ. അപ്പം സവാള എടുത്ത് നമ്മൾ ഇട്ടു. സവാളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കുന്നുണ്ട്. സവാള ഒന്നായി വരുമ്പോൾ, അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുമ്പോൾ നമ്മൾ അതിനകത്തോട്ട് ക്യാരറ്റും ക്യാപ്സിക്കവും കൂടി ഇടുന്നുണ്ട്. ഇനി ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് ചെറുതായിട്ടൊന്ന് വഴന്ന് വരണ സമയത്ത് വേണം നമുക്ക് പാസ്ത ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ ഒറിഗാനോയും ചില്ലി ഫ്ലേക്സാണ് ഇടുന്നത്. ചില്ലി ഫ്ലേക്സ് എൻ്റെ കയ്യിലില്ലായിരുന്നു, പിന്നെ ഞാൻ വറ്റൽമുളക് എടുത്ത് ജസ്റ്റ് മിക്സിക്കകത്ത് ചതച്ചതാണ് കേട്ടോ. അപ്പോൾ ആദ്യമേ ചില്ലി ഫ്ലേക്സ് ഇട്ടു, ഒറിഗാനോ ഇട്ടതിന് ശേഷമാണ് ചില്ലി ഫ്ലേക്സ് ഇട്ടത്. അതില്ലെങ്കിലും കുഴപ്പമില്ല, ഒറിഗാനോ ഇല്ലെങ്കിലും കുഴപ്പമില്ല. എന്നാലും പാസ്ത ആകുമ്പോൾ ഒറിഗാനോയുടെ ഒരു ടേസ്റ്റൊക്കെ ഉള്ളത് നല്ലതാണ്. അപ്പം ഒറിഗാനോയും ചില്ലി ഫ്ലേക്സ് ഇട്ട് നന്നായിട്ട് ഇളക്കുക. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്ത അതിനകത്തോട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. കുറച്ച് സമയം നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ. നന്നായിട്ട് ഇതിനെ മൊത്തത്തിൽ മിക്സ് ചെയ്യണം. അപ്പം നമുക്ക് ജസ്റ്റ് എടുത്ത് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് എടുത്ത് നോക്കാം. അപ്പം ഞാനൊരു പാസ്ത എടുത്ത് കഴിച്ച് നോക്കിയിട്ടുണ്ട്, ഉപ്പൊക്കെ ഉണ്ടോയെന്ന്. അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിനെ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ പാസ്തയെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് നമ്മൾ വൈറ്റ് സോസ് പ്രിപ്പയർ ചെയ്യാൻ പോവുകയാണ്. വൈറ്റ് സോസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് മൈദയും ബട്ടറാണ് കേട്ടോ. ആവശ്യത്തിനുള്ള ബട്ടർ ഇടുക. ബട്ടർ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് മൈദ ഇടാം. വീട്ടിൽ തന്നെ എടുത്ത ബട്ടർ ആയതുകൊണ്ടാണ് റൗണ്ടിലിരിക്കുന്നത്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ബട്ടർ സ്ക്വയർ ടൈപ്പിലല്ലേ ഇരിക്കുന്നത്. അങ്ങനെ ബട്ടർ ഇട്ടു. ബട്ടർ നന്നായിട്ട് ചൂടായി വന്നപ്പോൾ ഞാൻ 4 സ്പൂൺ മൈദയാണ് കേട്ടോ ഇടുന്നത്. അത് മൈദയൊക്കെ അവനവൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇടാം കേട്ടോ. അപ്പം മൈദ കട്ടയില്ലാതെ നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം. അപ്പം ഞാൻ ആദ്യമേ 3 സ്പൂൺ ഇട്ടു. ഇപ്പോൾ കുറവെന്ന് തോന്നിയപ്പോൾ ഞാൻ 2 സ്പൂൺ എക്സ്ട്രാ ഇട്ടു. മൈദ നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ആകുന്ന സമയത്ത് നമ്മൾ പാലൊഴിച്ച് കൊടുക്കുക. പാലൊഴിച്ചിട്ട് നമ്മൾ കൈ വിടാതെ ഇളക്കുക. കാരണം എന്ന് വെച്ചാൽ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഈ മിക്സിനകത്തോട്ട് ഒറിഗാനോയും ചില്ലി ഫ്ലേക്സ് ഇടുക. ചില്ലി ഫ്ലേക്സ് ഇല്ലായിരുന്നു എൻ്റെ കയ്യിൽ, അതുകൊണ്ട് തന്നെ ഉപ്പിട്ടു ഒറിഗാനോയും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. നമ്മൾ ഈ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ ഗ്യാസ് സ്റ്റൗവിൻ്റെ ടോപ്പ് കംപ്ലീറ്റ് മിസ്സാവും കേട്ടോ. നമ്മൾ മൈദയൊക്കെ എടുക്കുമ്പോൾ കുറച്ചായിട്ട് വീഴും. അങ്ങനെ നമ്മൾ സോസ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിനകത്തോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്തയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് കുട്ടികൾക്കും വലിയവർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. വൈറ്റ് സോസ് പാസ്ത ഭയങ്കരമായിട്ട് എരിയും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഞാൻ ഇടുന്നുണ്ട്. നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്യുക. ചീസ് ഇഷ്ടമുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഇതിനകത്ത് കുറച്ച് ചീസും കൂടി ഇട്ട് കൊടുത്താൽ നന്നായിരിക്കും. അപ്പോൾ ഇതാണ് വൈറ്റ് സോസ് പാസ്തയുടെ റെസിപ്പി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ, ഹെൽത്തിയുമാണ്. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.